ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്സ് ആൻഡ് ട്യൂട്ടോറിയൽ എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് വാട്സപ്പ് സ്റ്റാറ്റസിലെ കുറച്ച് ട്രിക്സ് ആണ്. ആദ്യത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോ സ്റ്റാറ്റസ് ഇട്ടാൽ അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇടുന്നത്. അതിന് നമുക്ക് ആദ്യമേ ഇവിടെ കാണുന്ന ടീയിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാം. ഇവിടെ ആറ്റ് കാർ ലവർ എന്ന് ടൈപ്പ് ചെയ്തു. അതിന് ശേഷം ഇഷ്ടമുള്ള കളർ കൊടുക്കാം. വൈറ്റ് കളർ കൊടുത്തു. പിന്നെ അത് ഇവിടെ എങ്ങോട്ടേലും മാറ്റി വെക്കുക. ഇഷ്ടമുള്ള സൈഡിലേക്ക് മാറ്റാം. ഇവിടെ വെച്ചു. ഇനി നമുക്ക് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ട്രിക്ക് നമ്പർ 1 കഴിഞ്ഞു. ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ കാണുന്നവർക്ക് എഴുതും ഇത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്ന്. അതിനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തതായി സ്റ്റാറ്റസിലെ രണ്ടാമത്തെ ട്രിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റാറ്റസിലെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, സോങ് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ സോങ് മാത്രം കേൾക്കേണ്ട വിധത്തിൽ ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കളയാവുന്നതാണ്. അതിന് ഈ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ബ്ലാക്ക് കളർ കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കളർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഏതെങ്കിലും സൈഡിൽ കൊണ്ട് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോകും. സോങ് മാത്രം നമുക്ക് കേൾക്കാവുന്നതാണ്. ഇതാണ് ട്രിക്ക് നമ്പർ 2. പാട്ടൊന്ന് പ്ലേ ചെയ്യാം. സ്റ്റാറ്റസ്. അടുത്തതായി ട്രിക്ക് നമ്പർ 3യിലേക്കാണ് പോകുന്നത്. ഇത് നമ്മൾ ക്യാപ്ഷൻ കൊടുക്കുന്നതാണ്. സ്റ്റാറ്റസിലെ സാധാരണ രീതിയിൽ നമ്മൾ ഒരു കാറിൽ നിന്ന് ടൈപ്പ് ചെയ്താൽ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് കുറച്ച് ബോൾഡായി വരണം, കുറച്ച് കട്ടിയായിട്ട്. അതിനൊരു സ്റ്റാർ അടിക്കുക. പിന്നെ കാർ ഇല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു സ്റ്റാറും കൂടെ അടിക്കുക. അപ്പോൾ ബോൾഡായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കട്ടിയായിട്ട് നമുക്ക് പേഴ്സണൽ മെസ്സേജിലോ ഗ്രൂപ്പ് മെസ്സേജിലോ എങ്ങനെ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ആദ്യമേ ഒരു സ്റ്റാർ അടിക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യുക. കാർ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഒരു സ്റ്റാറും കൂടെ അടിക്കുക. ഇതുകൊണ്ട് ബോൾഡായി വന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ കീബോർഡൊന്നും എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യാതെ നമ്മുടെ ഫോണിലെ ഓർഡിനറി കീബോർഡ് വെച്ച് തന്നെ നമുക്കിത് ചെയ്യാം. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജുകൾ കുറച്ച് വ്യത്യസ്തമായിരിക്കും മറ്റുള്ളവരുടെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ, ഗ്രൂപ്പ് മെസ്സേജൊക്കെ അയക്കുമ്പോൾ. ഇതാണ് ട്രിക്ക് നമ്പർ 3. അടുത്ത ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പടം ഈ വാട്സപ്പിലെ സ്റ്റാറ്റസിൽ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ പടം നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായി നമുക്ക് ഈ മേളിൽ കാണുന്ന എമോജി ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനിടയിൽ നമുക്ക് ഇഷ്ടം പോലെ എമോജീസും ഫോട്ടോസും നമുക്ക് കിട്ടും. നമുക്കിതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ആദ്യമേ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നമുക്ക് മാറ്റാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി ഒരു ബ്ലൂ ആക്കി കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ഡാർക്ക് കളർ ബ്ലൂ അടിച്ച് നോക്കാം. പ്രസ് ചെയ്ത് പിടിക്കുക, ഇതാക്കി. അതിന് ശേഷം ഈ കാണുന്ന ഇതെടുക്കുക, ഇങ്ങനെ വെക്കുക. അതിന് ശേഷം ഇതെടുക്കുക. ഇതിൻ്റെ കളർ മാറ്റണം, കുറച്ച് വൈറ്റ് ആക്കാം. ഓക്കെ, ഇത്രയും വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന T ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് ഇവിടെ ഒരു എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഏഞ്ചൽ അങ്ങനെ വല്ലതും ടൈപ്പ് ചെയ്യാം. ഓക്കെ, അത് സൈസ് ചെറുതാക്കി ഇവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിക്ക് നമ്പർ 4. വാട്സപ്പിലെ സ്റ്റാറ്റസിലെ കുറച്ച് ട്രിക്സാണ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതിനായി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നിടം വരെ ബൈ.